അടുത്തത് പോസ്റ്റ് സ്ട്രക്ചറിസത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. പോസ്റ്റ് സ്ട്രക്ചറിസം is a movement in philosophy, literature and cultural theory that developed in 1916 and 1917 as a reaction against structuralism. സ്ട്രക്ചറിസത്തിന്റെ ആശയങ്ങൾക്കൊക്കെ എതിരായിക്കാണ്ട് വന്ന ഒരു മൂവ്മെന്റ് ആണ് പോസ്റ്റ് സ്ട്രക്ചറിസം. 1960 തൊട്ട് 70 വരെയായിരുന്നു ഇതിന്റെ കാലാവധി. ഫിലോസഫി, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ തിയറി എല്ലാത്തിനും ഈ പോസ്റ്റ് സ്ട്രക്ചറിസം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. While structuralism believed that meaning is fixed and found within structures, സ്ട്രക്ചറലിസം വിശ്വസിക്കുന്നത് മീനിങ് ഒക്കെ ഫിക്സ്ഡ് ആണ്. അതായത് മീനിങ് ഫിക്സ്ഡ് ആണ്. മീനിങ് ഉണ്ടായത് ഒരു ലാംഗ്വേജ് സിസ്റ്റത്തോടെ അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിലൂടെയാണ് മീനിങ് ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്നാൽ പോസ്റ്റ് സ്ട്രക്ചറലിസം ആർഗ്യൂ ദാറ്റ് മീനിങ് ഈസ് അൺസ്റ്റേബിൾ, ഷിഫ്റ്റിംഗ് ആൻഡ് ഡിപ്പെൻഡന്റ് ഓൺ കോണ്ടെക്സ്റ്റ്. എന്നാൽ പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത് മീനിങ് അൺസ്റ്റേബിൾ ആണ്, കൃത്യമായൊരു മീനിങ് ഇല്ല, മീനിങ് ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മീനിങ് നിൽക്കുന്നത്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മീനിങ്ങിന് മാറ്റം വരും എന്നാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് വാദികൾ ആശയപ്പെടുന്നത്. ഇതിലെ മെയിൻ തിങ്കേഴ്സ് ആണ് ജാക്വസ് ഡെറീഡ, മിഖായിൽ ഫോക്കൽട്ട്, റോളണ്ട് ബാർത്തസ്, ജൂലിയ ക്രിസ്റ്റേവ. ഇത് ഡെറീഡന്റെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഡെറീഡ കുറെ ടേമുകളൊക്കെ എന്താ പറയാ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ അതൊക്കെ എക്സാമിന് വരുന്നതാണ്. സോ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പഠിക്കാം. മീനിങ് ഈസ് നോട്ട്, ഇതുവരെ പറയുന്ന ഓരോ പോയിന്റുകളാണ് കേട്ടോ. പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ ഓരോ പോയിന്റ് ആണ്. മീനിങ് ഈസ് നോട്ട് ഫിക്സ്ഡ്, മീനിങ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. വേർഡ്സ് ആൻഡ് ടെക്സ്റ്റ് ഡോണ്ട് ഹാവ് വൺ സിംഗിൾ മീനിങ് ദാറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ഇൻ മെനി വേയ്സ് ഡിപ്പെൻഡിങ് ഓൺ കൾച്ചർ, റീഡർ, ഓൺ കോണ്ടെക്സ്റ്റ്. മീനിങ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. ഒരിക്കലും ഒരു വേർഡിന് ഒരു സെന്റൻസിന് ഒരു കറക്റ്റ് ആയ ഒരു സിംഗിൾ മീനിങ് അല്ല. കാരണം ഒരു റീഡറിന് അത് ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഒരു റീഡറിന് കിട്ടുന്ന അതേ ആശയമാവില്ല മറ്റൊരു മീനിങ് മറ്റൊരാൾക്ക്. രണ്ടാമത്തെ പോയിന്റ്, ലാംഗ്വേജ് ഈസ് അൺസ്റ്റേബിൾ. ലാംഗ്വേജ് ഒരിക്കലും സ്റ്റേബിൾ അല്ല. ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അക്കോർഡിംഗ് ടു ദ കണക്ഷൻ ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്, ദ ലാംഗ്വേജ് ഈസ് നോട്ട് സ്റ്റേബിൾ, ഇറ്റ് കീപ്സ് ചേഞ്ചിങ് ആണ് പറയുന്നത്. തേർഡ് പോയിന്റ്, author's intention is not final. According to Barthes, once a text is written, the author's meaning dies. The reader creates new meaning. അതായത് ഒരു ഓതർ ഒരു ടെക്സ്റ്റ് എഴുതിയതിനു ശേഷം ആ ഓതർ മരിക്കുന്നു എന്നാണ് പറയുന്നത്. ദ ഓതേഴ്സ് മീനിങ് ഡൈസ്. ഓതറിന്റെ മീനിങ് അതോടെ കഴിഞ്ഞു. ഓതറിന്റെ മീനിങ് ഒക്കെ അതിൽ എഴുതി വെച്ചത് കൂടി ഓതറിന്റെ മീനിങ് ഡൈസ് ആൻഡ് ദ ബോൺ ടു റീഡേഴ്സ് മീനിങ്. അതോടെ റീഡേഴ്സിന്റെ മീനിങ് ജനിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അയാൾ അദ്ദേഹത്തിന്റെ ഇന്റൻഷനുകളും അയാൾ ഉദ്ദേശിച്ച കാര്യങ്ങളും ആ ടെക്സ്റ്റിലൂടെ അയാൾ എഴുതി ഫലിപ്പിച്ചു. പിന്നെ അയാൾക്ക് ആ ബുക്കിൽ റോളില്ല. പിന്നെ അയാൾ കഴിഞ്ഞു. ഇനി അതിലൊന്നും പുതിയത് അയാൾക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. പുതിയ ഉദ്ദേശങ്ങൾ ആഡ് ചെയ്യാൻ കഴിയില്ല. അത് വായിക്കുന്ന ഒരു റീഡർക്ക് അയാൾ വായിക്കുന്ന റീഡർക്ക് അയാൾക്ക് എന്താണോ മനസ്സിലായത് അതാണ് അതിന്റെ മീനിങ് അയാൾക്ക് തോന്നുന്നത്. അപ്പൊ അത് ഇനി റീഡറോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. റീഡർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഓതേഴ്സിന്റെ മീനിങ് dies. The reader creates new meaning. Fourth point, the power and knowledge. Knowledge is neutral. It is connected to power. The way society defines truth is influenced by those in power. അത് പറയുന്നത് പവറും നോളജും അധികാരമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഓസ്ട്രസൈസ്ഡ് ആയ അടിച്ചമർത്തപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. ഓലതൊക്കെ ന്യൂട്രൽ ആണ്. ഇറ്റ്സ് കണക്റ്റഡ് ടു പവർ. പവറുള്ള ആൾക്കാർക്ക് ഒരു ബുക്ക് പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ പവറുള്ള ആൾക്ക് മാത്രമേ ഒരു ബുക്ക് അയാളെ ആശയങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ. ഒരു പവറില്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും പുതിയ ഒരു ബുക്കോ അയാളെ ആശയങ്ങളോ അവരുടെ പവറിന്റെ മേലെ ഒരു എതിർത്തുകാണ്ട് ഒരു വാക്കോ അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതാണ് പറയുന്നത് പവർ ആൻഡ് നോളജ്. ഇതിൽ സത്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് അധികാരമുള്ള ആൾക്കാർ പറഞ്ഞതാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മളിപ്പോൾ പണ്ടത്തെ സ്റ്റോറി ആയാലും എന്ത് വായിക്കുന്നതും നമ്മൾ അത് അധികാരമുള്ള ആളുകൾ പറഞ്ഞതാണ് നമ്മൾ വായിക്കുന്നത്. അതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിരിക്കണം. പക്ഷെ സത്യമായിക്കോളണമെന്ന് ഒരിക്കലും ശരിയല്ല ചിന്തിക്കുന്നത് അങ്ങനെ. ഫിഫ്ത്ത് പോയിന്റ്, ഡീകൺസ്ട്രക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറീഡന്റെ ടേമാണ് ഡീകൺസ്ട്രക്ഷൻ. ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെറിഡ ഷോഡ് ദാറ്റ് ടെക്സ്റ്റ് ഓഫൺ കോൺട്രാഡിക്ട് ദംസെൽഫ്. ഡീകൺസ്ട്രക്ഷൻ എക്സ്പോസ് ദസ് ഇന്നർ ടെൻഷൻ ആൻഡ് ഹിഡൻ മീനിങ്. എല്ലാ കൃതികൾക്കും എല്ലാ ടെക്സ്റ്റുകൾക്കും അതിന്റെ ഇന്നർ മീനിങ് ഉണ്ടാവും. അതിലെ കോൺഫ്ലിക്റ്റ്, അതിലെ ഇന്നർ മറഞ്ഞ അർത്ഥങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം വെളിപ്പെടുത്തുന്നതിനാണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്.
അതായത് പോസ്റ്റ് സ്ട്രക്ചറലിസം says that language and meaning are fluid. There is no single truth or fixed interpretation. Every text can be read in multiple ways depending on context, power, and perspectives. അത് ലാംഗ്വേജിന്റെ ഇതിന്റെ മീനിങ് ഒന്നും ഒരിക്കലും സ്റ്റേബിൾ അല്ല, ഒരിക്കലും ഫിക്സ്ഡ് അല്ല, നോട്ട് ഫിക്സ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എവറി ടെക്സ്റ്റ് ക്യാൻ ബി റീഡ് ഇൻ മൾട്ടിപ്പിൾ വേസ്. ഓരോ ടെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ വേസിലായിക്കാണ് നമുക്ക് വായിക്കാം, ഡിപ്പെൻഡിങ് ഓൺ കോണ്ടെക്സ്റ്റ്, പവർ ആൻഡ് പെർസ്പെക്റ്റീവ്. അപ്പോൾ പണ്ട് എഴുതിയ എല്ലാ ടെക്സ്റ്റുകളും, അതായത് ഇപ്പോൾ എഴുതുന്ന എല്ലാ ടെക്സ്റ്റുകളും ഒരിക്കലും സത്യമായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അതിന്റെ മീനിങ് എല്ലാം സ്റ്റേബിൾ അല്ല, ഫിക്സ്ഡ് അല്ല, പോസ്റ്റ് ടെക്സ്റ്റലിസ്റ്റാർ വാദിക്കുന്നത്.